വെൽക്കം ബാക്ക് ടു മമ്മി ചോട്ട. നമ്മൾ എവിടെ പോവാ മമ്മി? മിനിമോൾ എവിടെ പോവാന്ന് പറ. അപ്പുറത്തെ വീട്ടിലെ ലൈറ്റ് ആണോ ഇവിടെ നിന്ന് നീ എത്തി നോക്കുന്നത്? പറ എവിടെ പോവാന്ന്. എവിടെയോ പോകുന്നു. ഛർദിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ ആഡംബരത്തിന് ഒരു ഒട്ടും കുറവല്ല. ഞങ്ങൾ എവിടെയോ പോവാണ് ഗൈസ്. പോവാം. ഞാൻ കയറി. സാറ് പാസഞ്ചർ ഡ്രസ്സാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പോകും കേട്ടോ. ശരി, വേറെ വണ്ടി വരുന്നു. ഞാൻ പോട്ടെ, ചെന്നിട്ട് കാണിക്കാം ഗൈസിനെ അടുത്തത്. നമ്മൾ വിശപ്പില്ലേ മക്കൾ തിന്നണ്ട, വെറുതെ ഇടുന്ന് മോങ്ങണ്ട. നല്ല കത്തി നിൽക്കുന്ന മരവഴി. ഇനി പഠിച്ചോണ്ട് വന്നേക്ക് പറ. ഏതാണ്ട് പഠിച്ചോണ്ട് വന്നിരുന്നല്ലോ, ഓർമ്മയില്ല. ഇത് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ. യാസിന് ഒട്ടും താല്പര്യമില്ല. പഠിക്കണം കൂടെ, പഠിക്കണം. അതില്ലെന്ന് തോന്നൂടാ. ഇനി ബുക്ക് തീർന്നു, പെട്ടെന്ന് പഠിച്ചു തീർന്നല്ലോ. കുറേ ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട് ഗൈസ്, വെളിയിൽ ഔട്ട്ഡോർ സ്പേസ്. പക്ഷെ നമ്മൾ അത്ര എൻ്റർടൈൻഡ് നോക്കുന്നത്. ഇത് തീർന്നില്ല, പഠിച്ച് തീരട്ടെ. ഞാൻ എന്തോ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടേഴ്സാണ് പഠിക്കുന്നത്. എല്ലാവർക്കും പുട്ട് മതി. പുട്ടാണെങ്കിൽ വീട്ടിലങ്ങ് ഉണ്ടാക്കി തിന്നാൽ പോരെ. ഇവിടെ വന്ന് 75 രൂപയുടെ പുട്ട് തിന്നേണ്ട കാര്യമുണ്ടോ? മേടിച്ച കുഴപ്പമില്ല. ഞാൻ 75 രൂപയാണ്. 75 രൂപയുടെ പുട്ടാണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി പോരെന്നാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല ഗൈസ്, ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചില്ല. അരമണിക്കൂറിന് പേപ്പർ മതിക്കുക. എന്തെങ്കിലും നടക്കുമായിരിക്കും, നോക്കട്ടെ. ചോയ്സ് ഓഫ് ഐസ്ക്രീം 175 രൂപ. ബാലിലിയുടെ ഒരു ഡപ്പിന് ഐസ്ക്രീമിന് 175 രൂപ. അഡ്ജസ്റ്റ് കരും. ഗോതമ്പ് പായസത്തിന് 125 രൂപ. 1 കിലോ ഗോതമ്പിനും കൂടിപ്പോയ 60 രൂപ. ശർക്കരയൊക്കെ ഇടുന്നത് കൊണ്ടായിരിക്കും. എന്തെല്ലാം എന്താ വൈകാനും ദൈവം പകുതിയൊക്കെ വായിക്കുന്ന ചാലപ്പൊടി. ചാളക്കറിയോ? വൈകറിഞ്ഞൂടാ. ഒന്നുകൂടെ പോക്കട്ടെ. പഴംപൊരി ചാട്ട്, പിന്നെ സംഭാരം കടുമാങ്ങ പാണിപ്പൂരി. അവര് നോക്കിയിരിക്കട്ടെ, എനിക്ക് ബ്ലോഗ് എടുക്കട്ടെ. മമ്മി ബ്ലോഗർ അല്ല. അമ്മ എവിടുന്ന് പഠിച്ചോണ്ടേ? ബീച്ച് റോഡിൽ എന്തായിരുന്നു എന്റെ പേര്? ബീച്ച് റോഡിൽ പ്രശാന്തിന്റെ അവിടുത്തെ മെനു പഠിച്ചോണ്ട് വന്നത്. തെറ്റിപ്പോയി കേട്ടോ. കോക്കനട്ടിന്റെ അതാ പഠിച്ചോണ്ട് വന്നേ. എന്താ വേണ്ട ഇപ്പം? അതുകൊണ്ട് പെരളൻ. ഓ അടിപൊളി. അത് മട്ടൻ പെരളിനും ഒരു ബീഫ് റോസ്റ്റ് കറിയല്ലേ? റോസ്റ്റ് വേണോ കറി വേണോ? സോം കറി വേണോ റോസ്റ്റ് വേണോ? കറി കറി. അതെ, തീരുമാനമായി. സൂപ്പ് വന്നു കഴിച്ചു. സൂപ്പ് രാശു ചേട്ടൻ പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ട ചേട്ടാ. വേണ്ടെങ്കിൽ നീ മോൻ കുടിക്കണ്ട. ഏതോ കളർഫുൾ വെള്ളം വന്നു, നമുക്ക് കിട്ടിയില്ല. നോക്കാം ഇവിടെ ഈ കണ്ടുപിടിക്കണത് എന്തുവാണെന്തോ കണ്ടുപിടിക്കണമല്ലോ. ഇതിനകത്ത് ഇനിയിപ്പോൾ വെള്ളം ഇതിനകത്ത് ഏതോ ഒന്നാണ്, അത് നമ്മൾ മേടിക്കും. അവരുടെ ടേബിൾ കണ്ടപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്കും തോന്നാറുണ്ടോ ഗൈസ്? അടുത്തിരിക്കുന്നവരുടെ ടേബിൾ കാണുമ്പോൾ ഒരു വ്യഗ്രത എനിക്കിങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ മേടിക്കാം. ഹോളിങ്ങനെ ആക്കണോ? വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ഇത്ര ലൈറ്റ് വിടണം, നല്ല രസമായിരിക്കും. ഇത്ര ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഇഞ്ചിപ്പുളി ചിക്കൻ റൈസ് പഴംപൊടി ചാടി ഇവിടെ ഭയങ്കര വിശാലമായിട്ട് ഏതാണ്ടൊക്കെ തിന്നുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കാർട്ടൂണും കാണുന്നു ഗൈസ്. എനിക്ക് എൻ്റെ ഭർത്താവ് ഒരു അകക്കൂടെ കൊണ്ടുവന്നൊരു ജിമ്മലുണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നതുമില്ല ഗൈസ്. നമുക്ക് ഇഞ്ചിപ്പുളി ചിക്കൻ റൈസ് നോക്കാം. നാട്ടുകാർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. അതെനിക്കൊരു വിഷയമല്ല. വേറെ ഏതാണ്ട് വന്നു.
ലവ എന്തോന്നോ ബീഫ് വന്നോ? അത് മട്ടൻ പെരളനാണ് ഗൈസ്, ബീഫല്ല, തെറ്റിപ്പോയതായിരിക്കും. അതൊന്നും പുട്ട്, 2 പുട്ട്, ഫ്രൈഡ് റൈസ് തരാം. അച്ഛനോടെ പോയി ഞാൻ കണ്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് വന്നു. ഇവിടെ ഒരാൾ പൊഞ്ചിപ്പൊളി ചിക്കൻ വിങ്സ് ചെയ്യുന്ന ഒരു മോചനം കിട്ടിയില്ലെന്നു. ക്യാഷ് ചേട്ടാ ഇറങ്ങിയിരി. പുളിയല്ലേടാ ഇച്ചാട്ടം എന്ന് പറയുന്ന സാധനം. നമ്മൾ വൈകിട്ട് ചായക്കട കിട്ടുന്ന പഴംപൊരിയും അതിൻ്റെ കൂടെ തൈരും പിന്നെ കുറച്ച് മിച്ചർ കൂടെ ചേർക്കണം. ഇച്ചിരി കപ്പലണ്ടി ചിപ്സ് ഉണ്ടോ? ചിപ്സ് കിട്ടും. ഒരു ചാട്ടിൻ്റെ ഫ്ലേവറുണ്ട്. മാത നമ്മൾ ചാട്ടിലൊക്കെ കാണുന്നത് അത്യാവശ്യം നല്ല ഫ്ലേവറുണ്ട്. കൊള്ളാം, വലിയ ഓവറായിട്ട് കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ ഇത് മട്ടൻ്റെ വാരിയിലാണെന്ന് തോന്നുന്നു. മട്ടൻ വാരിയിലുണ്ട്. ഉണ്ടായിരിക്കും ഇല്ലേ മാ? അമ്മയ്ക്കോട് ഇത് എന്തുവാ മറ്റേ വിങ്സ് ഓഫ് സോമ ഗോൾഡ് വാരിയിലുള്ള ജീവിയുടെ വാരിയിലാണ്. അത് മട്ടൻ്റെയാണ് ഗൈസ്. മൊത്തം തിന്നു എന്നാണ് നമ്മുടെ മോഹനമാക്കുന്നത്. ഈ വീഡിയോയ്ക്ക് അവസാനം വരെ കാണുന്നവർക്ക് മനസ്സിലാകും ഇതിനത് എത്രമാത്രം തിന്നത്തില്ല എന്നൊക്കെയാണ്. ഞങ്ങൾ കളഞ്ഞിട്ട് അച്ഛൻ പോയി. അച്ഛൻ എന്തോ കോള് വന്ന് അച്ഛൻ പോയതാ. ഇവിടെ ഇട്ടുകൊണ്ട് വന്ന ലിപ്സ്റ്റിക്കൊക്കെ മാഞ്ഞു പോയെന്ന് തോന്നുന്നു. തിന്ന് പകുതി ഞാനത് തിന്നെന്ന് തോന്നുന്നു. അമ്മയുടെ അഭിപ്രായത്തിൽ ഏതാണ്ടൊക്കെ എടുത്തു കൊടുക്കാൻ തിന്നുകയെന്ന് ഒറ്റ ഉദ്ദേശിച്ചുള്ളൂ. ഇതിൽ കൂടുതൽ ഒരു കാര്യം എനിക്കറിയണ്ട അല്ലേ മാ? കാര്യം അവിടെ വെക്കമ്മ, ഞാൻ ഇഷ്ടമുള്ള എടുക്കാം. ഇത് കണ്ടോണ്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. അത് അവനെ എടുക്കണം. കൊടുമ്മ പിന്നോട്ട് ഇന്ന് കണ്ടാൽ മതി. അറിയാൻ വയ്യ, പക്ഷെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. തിന്നുവോ? ബീഫും കുഴച്ച് തിന്നാം. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മാത്രമല്ല ഗൈസ് കോംബോ. ഫ്രൈഡ് റൈസ് എന്താ മട്ടൻ, അതും ഒരു കോംബോ ആണ് ഗൈസ്. അച്ഛനെ കാണില്ല ഗൈസ്, നമുക്ക് അച്ഛനെ പോയി തപ്പിട്ട് വരാം. എന്ത് പറ്റി മൈലാണി? അന്ന് തിന്നാൻ തുടങ്ങി. യാശു ഫോണിൽ കയറിയാ മാറ്റണോ? യാശു ഫോൺ മാറ്റണോ? പുളിപ്പൊന്നുമില്ല, എൻജോയ് ചെയ്യാം. ഇപ്പോഴേക്കും ബ്ലോഗ് എടുത്തു. നാളെ രാവിലെ എപ്പോഴോടാ പഴംപൊരി ചാട്ട് കയറ്റി കുത്തി കൂടിയ വയ്യായി. എന്നിട്ട് ഇത് തിന്നാൻ പറ്റുന്നില്ല കഴിച്ചു. ഇനി മതി. അച്ഛൻ വൃത്തിയായിട്ട് തന്നു. അച്ഛൻ പണ്ട് ഫോർക്ക് സ്പൂണൊക്കെ വെച്ച് കഴിക്കും. നമ്മൾ കഴിക്കാറില്ല. ഞാൻ കഴിക്കുമായിരുന്നു പണ്ട്, ഇപ്പോൾ കഴിക്കാറില്ല. എന്താ അമ്മേ? പഴംപൊരി കൈജി ഗുഡ് ഫോർ ഗഡ് ഹെൽത്ത്. ഒരു പീസ് പോലും നമ്മൾ കളയത്തില്ല. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. ഭയങ്കര പുളി. അത് പിന്നെ ഇഞ്ചിപ്പുളിക്ക് പിന്നെ ഇഞ്ചിയുടെ പുളി വരുത്തി തള്ള. എനിക്കങ്ങനൊന്നുമില്ല. എൻ്റെ എല്ലാം പോയി. കുടിച്ചു നോക്കട്ടെ. അങ്ങനെയാണ് ഇവിടുത്തേക്ക് സ്ഥിരം എല്ലാ വീഡിയോയിലും നമ്മൾ കാണുന്ന ബ്ലോഗർ ആദ്യം കുടിക്കുന്നത്. ഇതൊന്ന് ടവറോ? മക്കളെ നമ്മളൊരു വീട്ടിലാണെങ്കിലും അമ്മയാണ് കള്ളം കുടിച്ചു നോക്കിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല. കാരണം 2 സ്ട്രോ. എന്താ പറയുന്നത്, വീട്ടിൽ 2 പിള്ളേരുണ്ടാവരുത്. ഒറ്റ കൊച്ചാണെങ്കിൽ ഇതിനൊരു പ്രശ്നമില്ല. അച്ഛന് പച്ച സാധനം പച്ചമാണ്. ഒന്നും വേണ്ട. പച്ച വഹിച്ച് കുടിച്ചോ? സ്ട്രോ എടുത്തുണ്ടോ? ഒരു വീട്ടിലാണെങ്കിൽ സ്ട്രോ എടുത്തുണ്ടോ? കള്ളിയായാലും പിള്ളയായാലും 2 സ്ട്രോ. വള്ളിയായാലും കള്ളിയായാലും 2 സ്ട്രോ. നമ്മളൊരു വീട്ടിലേക്ക് ഞാൻ ആദ്യം കൊള്ളാം. സ്ട്രോ എടുക്കത്തുള്ളൂ. ഞങ്ങളൊക്കെ ഒരു വീട്ടിൽ. ഇനി ഞങ്ങളൊക്കെ കുടുംബത്തിൽ പറഞ്ഞേ ഞങ്ങളുടെ സ്ട്രോ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമുക്ക് കുടിച്ചു. അഴുത്ത ഡോക്ടറിനെ ഇന്ന് തന്നെ കണ്ടി വരും. ഞാനാ വണ്ടി ഓടിക്കുന്ന സമയം എടുക്കും. You can do it. You can.
യാശു യാശു കം ബാക്കിയും കൂടെ മോനും പൊന്നേ നമ്മുടെ പൊന്നേ എന്നാ വേണ്ട കാശ് കൊടുത്ത് മേടിച്ചതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും ഗൈസ്. ഭയർത്ത് തീർത്തോ ഷോ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോയാ യാശു കമ്മൺ. അച്ഛൻ്റെ കയ്യിലുണ്ടമ്മ. ഇനി ഞാൻ വണ്ടി എടുക്കുവാണ്, അതുകൊണ്ട് വ്ളോഗിൻ്റെ ബാക്കി ഉണ്ടോ എന്ന് അറിയത്തില്ല. അണ്ടിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് ഫുഡ് ട്രിപ്പ്. അപ്പോൾ അത്രേ ഉള്ളൂ. വ്ളോഗറാണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ഇടി കുടുംബക്കാരെ അമ്മ ഇടി ഗൈസ്. അപ്പോൾ പോട്ടെ ഗൈസ്. അപ്പോൾ ഇനി വണ്ടി എടുക്കണം, പോകണം, അത്രേ ഉള്ളൂ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ഗൈസ്, ലവ് യു. രാമു താക്കോലെന്ന് ഇനി നമുക്ക് പോവാം. വണ്ടി എടുക്കട്ടെ ഗൈസ്. വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഇല്ലേ ഉള്ളൂ വ്ളോഗ് ചെയ്യാൻ. ആരും ഇവിടെ വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ഗൈസ്. എല്ലാവരും